ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നിവിടെ മകമാണ്. മകം എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവോണത്തിൻ്റെ പിറ്റേന്ന് മുതൽ നമ്മൾ മകം എന്ന് കാണുന്ന, അതായത് കലണ്ടറിൽ ഒരു ദിവസത്തിൽ മകം എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു ദിവസം വരെ നമ്മൾ പൂക്കളിടുന്നതാണ്. സാധാരണ തിരുവോണത്തിന് അന്ന് പൂക്കളിട്ടിട്ട് നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പൂക്കളിടൽ കഴിയുന്നത് മകത്തിൻ്റെ അന്നാണ്. അപ്പം ഇന്നാണ് മകം. നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പൂക്കൾ ഇതാണ്. രാവിലെ തന്നെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇലയ്ക്കാണ് കേട്ടോ നമ്മൾ മകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അധികം പൂക്കൾക്ക് നമ്മളങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ആ ഒരു ഇലയാണ് നമ്മൾ ഇടുന്നത്. അതിന് നമ്മൾ ചേടിപ്പൂ എന്നാണ് കേട്ടോ പറയുന്നത്. രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് പുഴുങ്ങിയ മുട്ടയും കട്ടൻ ചായയായിരുന്നു. ഞാൻ പൊതുവേ കട്ടൻ ചായ തന്നെയാണ് കുടിക്കാറുള്ളത്. എനിക്ക് പാലിൻ്റെ ചായ അത്ര ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെയാണ് കഴിക്കാറുള്ളത്. പിന്നെ ഇതാ ഞാൻ മുട്ട പൊന്നൂനാണ് താഴേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു മുട്ടയുടെ ഏകദേശം പകുതി മാത്രമേ എനിക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. കാരണം അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവന് ഓരോന്ന് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഇന്നലെ മയിൽ പോയ സമയം നല്ല നാടൻ മുട്ട വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. ഒരു മുട്ടയ്ക്ക് 8 രൂപയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് നാടൻ മുട്ടയ്ക്ക് ഇത്രയും പൈസ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാ അവനും ഇട്ട് കൊടുത്തു, ഞാനും കഴിച്ചു. ഇനി നമുക്ക് ബാക്കി പണികളൊക്കെ ഉണ്ടത്രേ. അപ്പോൾ നാടൻ മുട്ട ഞാനന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കായ്പോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കി ഞാൻ ആറിയിടുവാണ്. അപ്പോൾ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നെന്താണെന്ന് അറിയില്ല, 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ തുണികളൊക്കെ ഉണക്കി ഇടാമെന്ന് വിചാരിച്ചു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തായിരിക്കും ഫുള്ള് തുണികൾ ഉണ്ടാവുക, ഒന്നും ഉണങ്ങുമില്ല. അപ്പോൾ വെയിലുള്ള സമയം വേഗം നോക്കി ചെയ്യുകയാണെങ്കിലും നല്ലതല്ലേ. അപ്പോൾ ഓരോന്നും ആറിയിടുന്നുണ്ട്. ഇന്ന് നമുക്ക് എട്ടാറിൽ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അമ്മമ്മ നേരത്തെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനൊക്കെ വേണമെന്ന്. അതുകൊണ്ട് അത് വാങ്ങിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. വീടിൻ്റെ അടുത്താണ് കേട്ടോ ആല വരുന്നത്. ആല എന്ന് പറയുന്നത് പശുവിൻ്റെ തൊഴുത്തിനെയാണ് നമ്മൾ ആല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടാപ്പി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവനിന്ന് പോയിനോന്ന് അറിയില്ല കേട്ടോ. പോയിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ല. ഇതാണ് നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ആ ഒരു ലുക്ക്. ഇത്രയും താഴെ ഇറങ്ങിപ്പോണം. അപ്പം ഞാൻ കുന്ന് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മ വരാനുണ്ട് കേട്ടോ. അപ്പം ഇതാ പൂക്കളൊക്കെ ഇട്ടു. ഇനി നമ്മൾ എട്ടയാറിലേക്ക് പോവാണ്. എട്ടയാർ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടൗണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മയ്യിലാണ് കേട്ടോ ടൗണ് വരുന്നത്. അമ്മമ്മ രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് മീൻ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മക്കിന്ന് ലീവാണ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം അമ്മമ്മ എല്ലാ മീനൊന്നും കഴിക്കില്ല കേട്ടോ. നമ്മളന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുമ്പം റിപ്പർ എന്ന് പറഞ്ഞിട്ടൊരു മീനെ കാണിച്ചു തന്നിട്ടില്ലേ, ആ ഒരു മീനാണ് ഇപ്പം കൂടുതലായിട്ടും കഴിക്കുന്നത്. അയല, മത്തി അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാനാണ് പോകുന്നത്. എട്ടയാറിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മയിലേക്ക് പോകുന്നതാണ്. പിന്നെ ഞാൻ ഇന്നലെ മീഷോന്നൊരു 2 നൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മക്ക് വേണ്ടിയിട്ട്. അതത്ര ക്വാളിറ്റി ഇല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അത് റിട്ടേൺ കൊടുക്കണം. അപ്പോൾ അവരിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും പോകുന്ന വഴി റിട്ടേൺ കൊടുക്കണം. അപ്പോൾ പോയിട്ട് വരാം. മൂത്തേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മൂത്തേൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ മീൻ മാർക്കറ്റിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ അമ്മമ്മയ്ക്ക് വേണ്ടി ആവോലി മേടിച്ചു. നമുക്ക് വേണ്ടിയിട്ട് കുഞ്ഞു മത്തിയാണ് മേടിച്ചത്. കുഞ്ഞു മത്തി, കുഞ്ഞു അയിലൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത്. ഇത് വൃത്തിയാക്കാൻ പാടാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അമ്മമ്മയ്ക്ക് വേണ്ടി റംബൂട്ടാൻ വാങ്ങിച്ചു. എനിക്ക് വേണ്ടിയിട്ട് ബട്ടർ ഫ്രൂട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവക്കാഡോ എന്ന് പറഞ്ഞില്ല, അതാണ്. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ജ്യൂസ് അടിക്കാനുള്ള പാല് വാങ്ങിക്കാനായിട്ട് നമ്മൾ ബേക്കറി കയറി. അവിടുന്ന് പാലും വാങ്ങിച്ചു, കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അമ്മ വന്നില്ല കേട്ടോ. അമ്മ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴിക്കെത്തിയപ്പോഴാണ് ഓർത്തത് നമ്മളിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ അതിൻ്റെ പാത്രം എടുക്കാൻ വിട്ടുപോയി. അയ്യോ, അത് മൂത്തേൻ്റെ അടുക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അമ്മ പകുതിക്കുന്ന് വീണ്ടും മൂത്തേൻ്റെ വീട്ടിലേക്ക് പോയി എടുക്കാൻ. അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു വിളിച്ചിട്ട്. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഏട്ടൻ വരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ എവിടെയോ എടുത്തിട്ടിന് പോലും അത് വൃത്തിയാക്കുമ്പോൾ, വീട് വൃത്തിയാക്കുന്ന സമയം എവിടെയോ മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിക്കുന്നത് വലുതാകുമ്പോൾ അമ്മേനെ എല്ലാം ഹെൽപ്പ് ചെയ്യണം, അമ്മേനെ കൊണ്ട് ഒരു പണിയും എടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വലുതാകുമ്പോഴാണ് അറിയുന്നത്
അവരെക്കാട്ടി ക്ഷീണം നമുക്ക്. ഞാൻ പകുതി വരെ ഇറങ്ങി വന്നപ്പോൾ അമ്മ പറഞ്ഞു നീ പോയി എടുത്തിട്ട് വാ. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കഴിയുന്നില്ല പോകാൻ വേണ്ടിയിട്ട്, ഞാനതുകൊണ്ട് വീട്ടിലേക്കാണ് പോകുന്നത്, എനിക്ക് പറ്റുകയേ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ മൈ പോയി അമ്മമ്മക്ക് ആവോലി എന്ന് പറഞ്ഞ മീനാട്ടോ വാങ്ങിച്ചത്. ആവോലി എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും എല്ലാവർക്കും, കുറച്ചൊരു വലിയ ടൈപ്പ് മീനാണ്. അത് വാങ്ങിച്ചു. പെപ്പർ മീൻ കിട്ടിയില്ല കേട്ടോ, അപ്പം അമ്മമ്മക്ക് ആവോലിയാണ് വാങ്ങിച്ചത്. പിന്നെ റംബൂട്ടാനും വാങ്ങിച്ചു. അമ്മമ്മ ഫ്രൂട്ട്സിൽ ഇപ്പം റംബൂട്ടാനാണ് കഴിക്കുന്നത്, വേറെ ഒന്നും കഴിക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മക്ക് പല്ലില്ല, അതുകൊണ്ട് ആപ്പിള് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മമ്മ റംബൂട്ടാനേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് അമ്മമ്മക്ക് റംബൂട്ടാൻ വാങ്ങിച്ചു. അമ്മമ്മക്കും മൂത്തക്കും ആദ്യമായിട്ട് റംബൂട്ടാൻ വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ് കേട്ടോ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർക്ക് റംബൂട്ടാൻ അവർ ഇതുവരെ കണ്ടിട്ടില്ല, അതെന്താണെന്ന് അറിയുകയും ചെയ്യില്ല, അങ്ങനെ ഒരു പേരേ അവർക്കറിയില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ണൂർ പോയ സമയം, ഞാൻ കണ്ണൂർ പോയപ്പോൾ ആദ്യം ഞാൻ ഒരാഴ്ച മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ണൂർ പോയപ്പോൾ അന്നേരം റംബൂട്ടാൻ്റെ സീസണായിരുന്നു. അപ്പോൾ ഇങ്ങനെ റോഡരികിൽ ഫുള്ളായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് അമ്മമ്മക്കും മൂത്തക്കും കൊണ്ടു കൊടുത്തു, പിന്നെ അമ്മക്കും കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമായി റംബൂട്ടാൻ. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അച്ചു എനിക്ക് റംബൂട്ടാൻ കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ സീസൺ ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. മയിലൊക്കെ റോഡ് അരികിൽ വെച്ചിട്ട് കുറേ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അമ്മമ്മക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുത്തു. ഇപ്പം ആണെങ്കിൽ അമ്മമ്മ ഭയങ്കര അഡിക്റ്റാണ് റംബൂട്ടാൻ വേണം എപ്പോഴും അങ്ങനെ പറയും കേട്ടോ. പിന്നെ അപ്പം അമ്മമ്മ എന്നിട്ട് എപ്പോഴും പറയും, അമ്മമ്മയും മൂത്തിയും പറയും അച്ചു ആണ് നമുക്ക് റംബൂട്ടാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നതെന്ന് പറയും. കാരണം അവരിതുവരെ കണ്ടിട്ടോ ടേസ്റ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. ഞാനാണ് ആദ്യമായിട്ട് അവർക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇങ്ങനെയാണ് അതിന് തോട് പൊട്ടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത്, അതൊക്കെ ഞാനാണ് അമ്മമ്മക്കും മൂത്തക്കൊക്കെ കാണിച്ചു കൊടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിന്നെ എല്ലാവരും അവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. അമ്മമ്മേൻ്റെ മക്കളെല്ലാവരും തന്നെ റംബൂട്ടാനൊക്കെ അമ്മമ്മക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. പക്ഷേ അമ്മമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ് അച്ചു ആണ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നെ, അച്ചു ആണ് എപ്പോഴും എനിക്ക്, അത് മൂത്തിയും പറയും കേട്ടോ, അവളാണ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങി. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കഴിക്കാത്ത ഒരു സാധനം നമ്മളൊരാൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അല്ലേ, അതൊരു സന്തോഷമല്ലേ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു, അൽഫാം ഷവർമ ഒന്നും കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അതൊക്കെ ഞാനാണ് ആദ്യമായിട്ട് അമ്മക്ക് വാങ്ങിച്ചു കൊടുത്തത്, അമ്മക്ക് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കിപ്പോഴും കഴിക്കാനൊന്നും ഇഷ്ടമല്ല, എങ്കിലും അവർ കാണാത്ത അവർ അറിയാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക, അത് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ ഒരാൾക്കൊരു സാധനം ഇഷ്ടമാണെന്ന് വെച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിയും നമ്മൾ അവർ കഴിക്കാത്തൊരു സാധനത്തിന് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ സന്തോഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അമ്മമ്മയും മൂത്തി അത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിച്ച അമ്മമ്മ അതെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് ഒരു ദിവസം അമ്മമ്മ, അതായത് 2-3 ദിവസം മുന്നേ അമ്മമ്മ അത് വീണ്ടും പറഞ്ഞു അച്ചു ആണ് നമുക്ക് ആദ്യമായിട്ട് ഇത് വാങ്ങിച്ചു തന്നേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമോ ഹാപ്പിയാണ് ഞാൻ. പിന്നെ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും ഒന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു, അൽഫാം ഷവർമ ഒന്നും കഴിക്കില്ലായിരുന്നു. അമ്മ ഒന്നും കഴിക്കാൻ വിടില്ലായിരുന്നു, ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല, അമ്മ കഴിക്കാൻ വിടില്ലായിരുന്നു. അമ്മ ഒരു ഷവർമയിൽ അതുണ്ട് ഇങ്ങനെയുണ്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പാടില്ല, ഒന്നും കഴിക്കാൻ വിടില്ലായിരുന്നു. കല്യാണത്തിന് ശേഷം വിബിയാട്ടൻ്റെ കൂടെ കൂടിയ പിന്നെയാണ് ഞാൻ അൽഫാം ഷവർമ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്നാലും ഞാനിപ്പോൾ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നും കഴിക്കാറില്ല, ബീഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേയുള്ളൂ കേട്ടോ. ഇന്ന് എനിക്ക് റംബൂട്ടാൻ വാങ്ങിക്കുമ്പോൾ അത് ഓർമ്മ വന്നു, അമ്മമ്മക്ക് ഇഷ്ടമായ കാര്യം അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അമ്മ എന്താ വരാത്തതെന്ന് അറിയില്ല, പരതുന്നുണ്ടാവും. മറ്റേ പാത്രത്തിന് വേണ്ടിയിട്ട് ഏട്ടൻ വീട് വൃത്തിയാക്കുമ്പോൾ അതെവിടെയോ എടുത്തിട്ട് എന്ന് പറയുന്നത്, എവിടെയും കാണുന്നില്ല പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്.
സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ എട്ടിയാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ വിചാരിച്ച മീൻ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ മയിലേക്ക് പോയി. 2 വീലറും കൊണ്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് നല്ല ടയേർഡായിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. അതിനുശേഷം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം. പിന്നെ ഞാൻ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്, നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ, അതിനുശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ടൗണിൽ നിന്ന് വരുമ്പം തന്നെ നമ്മൾ വത്തക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലെത്തിയ പാടന്നെ കട്ട് ചെയ്ത് കഴിക്കുവാണ്. അത് കഴിച്ച പാടന്നെ പകുതി ക്ഷീണം നമ്മളത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ മീൻ കട്ട് ചെയ്തെടുക്കുവാണ്. അത് കുഞ്ഞു മത്തിയായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തക്കാളി ഉള്ളിയൊന്നും ചേർക്കാതെയാണ് കറി വെക്കാറുള്ളത്. അങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ്. ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് പുളിവെള്ളവും ചേർത്ത് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് നേരം മാറ്റി വെക്കുക, ഒന്ന് മുളക് പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മളത് കറി വെക്കുന്നത്. ഇതാണെങ്കിൽ നമ്മൾ പൊരിക്കാൻ മാറ്റി വെച്ചതാണ്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ നമ്മൾ കുഞ്ഞുമത്തിക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ. ഇനി നല്ല രീതിയിൽ തിളച്ച് വറ്റി വരുമ്പം ഒന്ന് ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. മുളകിട്ട മീൻകറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പിന്നെ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങാച്ചാറും കൂടി എടുത്തിട്ടുണ്ട്. അത്രയാണ് നമ്മുടെ ഉച്ചയൂണിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വേഗം ഫുഡ് കഴിക്കട്ടെ കേട്ടോ. വീട്ടിലെത്തി ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മുടിയൊക്കെ മേലെ കെട്ടിവെച്ചു, പിന്നെ ഒരു വത്തക്കയും കഴിച്ചു. അപ്പോഴാണ് നല്ല ആശ്വാസമായത്. എന്തൊരു വെയിലായിരുന്നു എന്നറിയോ. 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നാണെങ്കിൽ പൊരി വെയിലാണ്. ആ വെയിൽ ഫുള്ള് കൊണ്ടു. പിന്നെ 2 വീലർ ആയിരുന്നു, പറയണ്ടല്ലോ, ഫുള്ള് വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുട്ടായി കഴിക്കുകയാണ് കേട്ടോ. അവിടെ പോയി വന്നപ്പോൾ കുറച്ച് മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയി മുട്ടായി ഒന്നും വാങ്ങിക്കാത്ത. പിന്നെ ഇന്നലെ അമ്മക്ക് ഒരു നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു മീഷോന്ന്. 2 നൈറ്റ് കോംബോ ആയിട്ട്. ഒന്നിന്റെ റേറ്റ് വന്നത് രണ്ടെണ്ണത്തിനും കൂടി വന്നത് 375 രൂപയായിരുന്നു. 375 രൂപയൊക്കെ നല്ല ലാഭമായിരുന്നു കേട്ടോ. 2 നൈറ്റ് നല്ല കോട്ടൺ നൈറ്റി ആയിരുന്നു. പക്ഷെ അതിന്റെ സ്റ്റിച്ചിങ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കളറും മെറ്റീരിയലും ഒക്കെ ഇഷ്ടപ്പെട്ടു. സ്റ്റിച്ചിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സാധാരണ നൈറ്റിയാണ് യൂസ് ചെയ്യാറ്. അതായത് സാധാരണ നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നൈറ്റിയില്ലേ, അങ്ങനത്തെ. അതാണെങ്കിൽ ചെസ്റ്റ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറിയൊരു കട്ടിങ് ഒക്കെ വന്നിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് കുറേ പ്രില്ലിങ്ങനെ കൊടുത്തിട്ട്, പ്രിൽസ് കൊടുക്കൂല ഇങ്ങനെ, നമ്മളെന്താ പറയുക അതിന് വേറെ പേര്, പ്ലീറ്റഡ് ആയിട്ട് കൊടുത്തിട്ട് ഉള്ള മാക്സി ആയിരുന്നു. അപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിടുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തോ ഇട്ടിട്ടൊരു ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്തു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അത് മീഷോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത് പ്ലീറ്റഡ് ആയിട്ട് വരുന്നതാണെന്നുള്ളത്. പക്ഷെ ഞാനായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അത്ര നല്ല രീതിയിൽ അത് നോക്കിയില്ല. വന്നപ്പോഴാണ് നല്ല രീതിയിൽ നോക്കിയത് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് വേറൊരു കൊറിയർ വന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ്. അത് കുർത്തിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അത് ഓർഡർ ചെയ്യണം, അതിന് മുന്നേ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് നമുക്ക് ടോപ്പിന് വന്നിട്ടുള്ളത് 235 രൂപയാണ്. 235 കേട്ടോ. ഞാൻ വായിൽ മുട്ടായിട്ടുണ്ട്, എന്തോ ഒരു തടസ്സം പോലെ തോന്നുന്നു പറയുമ്പോൾ. അപ്പോൾ ആ കുർത്തി കാണിച്ചു തരാം.
ഇതാണ് കുർത്തി വരുന്നത്. നല്ല യെല്ലോ കളർ കുർത്തിയാണ്. ഇതുപോലെ ചെസ്റ്റിന്റെ ഭാഗം ഒരു ബ്ലാക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ തന്നെ സ്ലീവിന്റെ എൻഡ് ഭാഗത്തും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ആ ഒരു താഴത്തെ എൻഡ് ഭാഗത്തും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആണ്. നല്ല ഭംഗിയുണ്ട് ടോപ്പ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന്റെ കോഡാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ മീഷോയിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് കാണാൻ കഴിയും. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കും നിങ്ങൾ ഏതെടുക്കണം എന്ന് വെച്ചിട്ട്. കുറേ പേസ്റ്റൽ കളേഴ്സ് വരുന്ന ഒരുപാട് ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും എടുക്കണമെന്ന് ഞാൻ ഒന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ലൈനിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ നല്ല കോട്ടൺ ആണ്. ഈ ഒരു റേറ്റിന് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ അത് ഞാൻ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം അമ്മക്ക് XXL ആയിരുന്നു എടുക്കാറുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആയിരുന്നു. പിന്നെ അമ്മ മെലിഞ്ഞപ്പോൾ പിന്നെ ഞാൻ XL എടുക്കാൻ തുടങ്ങി. XL എടുത്തു തുടങ്ങിയപ്പോൾ ഇപ്പൊ അമ്മ വീണ്ടും മെലിഞ്ഞു. അപ്പൊ XL ഇപ്പൊ ലൂസാണ്. മീഡിയം എടുക്കേണ്ട വരുമോന്ന് അറിയില്ല. അപ്പൊ ഞാനതൊന്ന് ചുരുക്കി എടുക്കുവാണ്. ഇപ്പൊ വീട്ടിൽ തന്നെ മെഷീൻ ഉള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല. മറ്റാണെങ്കിൽ നമുക്ക് ടോപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ടൈലർ എടുത്ത് കൊണ്ടുപോകണം, ഭയങ്കര പണിയാണ്. ഇപ്പൊ പിന്നെ നമുക്ക് രാത്രി ആയാലും രാവിലെ ആയാലും ഒക്കെ അടിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അതൊക്കെ ഓൾട്ടർ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതല്ല, ഇനിയും അടുക്കളയിലുണ്ട് ഒരുപാട് പാത്രങ്ങളുണ്ട്. കാരണം നമ്മളിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് എല്ലാ പാത്രവും, അതായത് ഒരുപാട് കാലമായിട്ട് എടുക്കാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഉണ്ണിയപ്പത്തിന്റെ കൂട്ടൊക്കെ റെഡിയാക്കുമ്പോൾ വലിയ പാത്രം വേണ്ടേ. പിന്നെ അതുമല്ല നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചെങ്കിലും കൊടുക്കാനും പറ്റണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അമ്മ എപ്പോഴും അങ്ങനെയാണ്, കുറച്ച് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എപ്പോഴും കൂടുതൽ ഉണ്ടാക്കും. എപ്പോഴും അപ്പം കുറേ ഉണ്ടാവും കേട്ടോ. വിഷുവിനൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാനിരുന്നാൽ അത് കഴിയേ ചെയ്യില്ല. അമ്മ എപ്പോഴും കൂട്ടി അധികമാക്കും. എന്നിട്ട് പറയും ആർക്കെങ്കിലും കൊടുക്കാലോ എന്ന് പറയും. അങ്ങനെയാണ് അപ്പം എപ്പോഴും ചൂടാറുള്ളത്. അപ്പം ഞാനതുകൊണ്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കൂട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുക്കള ക്ലീൻ ആക്കണം. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം അടുക്കളയുടെ തട്ടിയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. തുടച്ചിട്ടിട്ട് ഇനിയിപ്പോൾ കാര്യമൊന്നുമില്ല. അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ട് ഫുള്ളായിട്ടും തട്ടിയിൽ തന്നെയാണ് ഫുള്ളായിട്ട് ഉണ്ടാവുക. എങ്കിലും നമ്മൾ രാവിലത്തെ ആ ഒരു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും വൃത്തിയാക്കി ഒന്ന് ഒതുക്കിയിടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും അങ്ങനെ കാണിക്കാറില്ല. കുറച്ച് വൃത്തിയുള്ള പാത്രങ്ങൾ തന്നെ കാണിക്കാൻ പരമാവധി നോക്കാറുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാനും അങ്ങനെയൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ വലിയ വലിയ പാത്രങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അതൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനോ ഇപ്പോൾ വിഷുവോ ഓണോ അങ്ങനെ എന്തെങ്കിലും കുറേ ആൾക്കാരൊക്കെ കൂടുന്ന സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇന്ന് പുറത്തെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വൃത്തിയാക്കണം. കാരണം വീഡിയോസിന് വേണ്ടി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പാത്രങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കാണെങ്കിൽ അടുക്കളയിൽ കബോർഡോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പൊടികളുടെ കുപ്പികളൊക്കെ തന്നെ നമ്മൾ തട്ടിയുടെ മേലെ തന്നെയാണ് വെക്കാറുള്ളത്. പച്ചക്കറികളൊക്കെ അങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നീറ്റാക്കി ഞാൻ പുറത്തേക്ക് വന്നപ്പോഴുണ്ട് നമ്മുടെ മുറ്റത്തുള്ള പൈപ്പിൻ്റെ അടുത്തുനിന്നായിട്ട് കുറേ ആൾക്കാർ കുളിക്കുന്ന കണ്ടു. അധികം വരാറുണ്ട്, പക്ഷെ വൈകുന്നേര സമയങ്ങളിലാണ് ഇവർ വരാറുള്ളത്. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, നേരത്തെ വന്നിട്ട് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് ഓരോ മരത്തുമ്മിലായിട്ട് നിൽക്കുവാണ്. ഒരാൾ കുളിച്ചു പോയി അടുത്ത ആൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഇവിടെ നോക്കുമ്പോൾ ഇവർ കുളിക്കുന്ന കാണും. പക്ഷെ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഇവർ കുളിക്കാതെ പറന്നു പോകും. ഇനി എന്താണെന്നറിയില്ല, ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കാണുന്നുണ്ടോ എന്നല്ല. ഇപ്പോൾ കണ്ടോ, ഞാൻ അവരെ നോക്കിയിരിക്കലാണ്, പക്ഷെ ആരും വരുന്നില്ല. പക്ഷെ മരത്തിൻ്റെ മേളിലൊക്കെ ഓരോരോ ഇതിലും ഓരോ ആൾക്കാരുണ്ട്. അത് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ കുളിക്കുമെന്നറിയില്ല, ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ കുഞ്ഞു കുഞ്ഞു പാട്ടയിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവർ കുളിക്കൂല. നമ്മളങ്ങനെ വെച്ചു കൊടുത്ത സമയം അതിൽ നിന്ന് കുളിക്കാണ്ട് താഴെ വീണ വെള്ളത്തിൽ നിന്നാണ് കുളിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളം അങ്ങനെ വെച്ചു കൊടുക്കാറില്ല. അങ്ങനെ പിന്നെ ഞാൻ സന്ധ്യ ആയപ്പോഴാണ് വീഡിയോ എടുത്തത്. സന്ധ്യക്ക് അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ.
നമുക്ക് ആദ്യം വേണ്ടത് ഉണക്ക തേങ്ങയാണ്. അതായത് ഉണക്ക തേങ്ങ നോക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പത്തിൽ അത് കടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പൊതുവേ ഈ തേങ്ങ ഇടുന്നതിനോട് വലിയ ഇഷ്ടമില്ല. പക്ഷേങ്കിൽ അമ്മ പറയും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. അതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. പക്ഷെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെല്ലാണ് എടുത്തിട്ടുള്ളത്. വെല്ലത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചതാണ്. 1 കിലോ വെല്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കിലോ വെള്ളം എടുക്കുന്നതിൻ്റെ അതേ അളവുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം പറയുന്നത്. അത് ഉരുക്കാൻ വെച്ചു. ഇത് പച്ചരി പൊടിയാണ് കേട്ടോ. പച്ചരി നമ്മൾ കുതിർത്തി പൊടിച്ചെടുത്തതാണ്, വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് അത് 1/2 കിലോനാണ് എടുത്തിട്ടുള്ളത് പച്ചരി അരി. അതിലേക്ക് നമ്മൾ 3/4 കിലോ മൈദയാണ് ഇടുന്നത്. 1/2 കിലോന് ഒരു 1/4 കിലോ കൂട്ടിയിട്ടാണ് നമ്മൾ മൈദ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 1/2 കിലോ പച്ചരിക്ക് 3/4 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. 2 പൊടികളിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചരി നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നൈസായിട്ട് പൊടിക്കാൻ പാടില്ല. നല്ല നല്ല തരിയായിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് പൊടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടു. മില്ലിലൊക്കെ കൊണ്ടുപോയി നമ്മൾ പൊടിക്കുന്നതാണെങ്കിൽ അവരോട് അപ്പത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു രീതിയിൽ അധികം നൈസ് അല്ലാതെ നമുക്ക് പൊടിച്ചിരുന്നതായിരിക്കും. വീട്ടിലാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് നൈസാക്കി പൊടിക്കാൻ പാടില്ല. നൈസാക്കി പൊടിച്ചു കഴിഞ്ഞാൽ അപ്പം വേവാതെ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം കുത്തി അരിഞ്ഞു വെച്ച നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായി ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് ചൂടാക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടായി, അതായത് അതൊന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കളർ ആവണതിന്, അതായത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഇത് വഴറ്റിയെടുക്കേണ്ടത്. നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പൊടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ നമ്മൾ ഒരു തേങ്ങയുടെ പകുതിയൊക്കെ എടുക്കാവുന്നതാണ്. ഉണക്ക തേങ്ങ ആകുമ്പോൾ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ എള്ളാണ് എടുത്തിട്ടുള്ളത്, കറുത്ത എള്ള്. ഈ എള്ള് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത എള്ളാണ് കേട്ടോ, കുതിർത്ത് വെച്ചതല്ല. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കണ്ട, പിന്നെ കറുത്ത് പോകും. ഇനി നമ്മൾ ഏലക്ക പൊടിയാണ് ചേർക്കുന്നത്. നമ്മളൊരു 10 ഏലക്ക, അതായത് 10 എണ്ണം പൊടിച്ചിട്ടാണ് നമ്മൾ ചേർത്തത്. അത് നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് അതിൻ്റെ എണ്ണം കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഏലക്ക കുറച്ച് അധികമായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതായത് നമ്മളിതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും തേങ്ങാ കൊത്തുകളും വെള്ളവും ഒക്കെ എത്തുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളം ഉരുകി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂടോടെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോരോ ആൾക്കാർ പറയും ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല, ചൂടൊന്ന് തണിഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നുള്ളത്. പക്ഷെ നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇത്രയും വർഷത്തിൽ അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ അപ്പത്തിന് ഇതുവരെ ആയിട്ട് ഒരു പോരായ്മകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ എപ്പോഴും ആ തിളയ്ക്കുന്ന വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ചിലവരൊക്കെ പറയുന്ന കേൾക്കാം അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല. പക്ഷേ നമ്മുടെ ഒരു അനുഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അപ്പം ശരിയാവാതായിട്ടില്ല. അതുകൊണ്ട് തിളയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം അടുപ്പത്തിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ അതിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുക്കാനോ ഒന്നും വെക്കുന്നില്ല. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. കുറച്ചായിട്ട് ഓരോ ഭാഗത്തേക്ക് നീക്കിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടകളൊന്നും പാടില്ല. നല്ല രീതിയിൽ അത് മിക്സായി വരണം. ഇനി നമ്മൾ നേരത്തെ വെള്ളം ഉരുക്കിയ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ചായിട്ട് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം തന്നെ ചേർക്കുക. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ അത് ഇളക്കിയിട്ട് അതിൽ നിന്നും വെള്ളം കുറച്ച് ആഡ് ചെയ്യാം. വെള്ളം നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. അധികം കല്ലോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അരിച്ചെടുക്കണ്ട. നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടില്ല, മേലേന്ന് ഊറ്റി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ എടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇങ്ങനെ ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഞാൻ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് നമ്മളപ്പം എങ്ങനെയാണ് ഉള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യം ഒരു അപ്പം ചുട്ടതിന് ശേഷം അതെടുത്തൊന്ന് പൊട്ടിച്ച് നോക്കണം, അതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അധികവും അപ്പം ശരിയാവാതാവുന്നത് എല്ലാവർക്കും അപ്പത്തിൻ്റെ ഉൾഭാഗം വേവാതെ ആവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരപ്പം ചുട്ട ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ ഉൾഭാഗം നോക്കണം വെന്തിനോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ള് നമ്മുടെ കൂട്ടെല്ലാം നമുക്ക് ഇതായി പോവും. അതുകൊണ്ട് നോക്കുക കേട്ടോ. നോക്കിയിട്ട് അത് ഉള്ളിൽ നമുക്ക് വേവുന്നില്ല എന്നാണെങ്കിൽ
അതായത് വേവാതെ പച്ച കൂട്ട് അതുപോലെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് റവ ചേർത്ത് കൊടുത്താൽ മതി. റവ കുറച്ച് എന്താ പറയുക, കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. നിങ്ങളെ പൊടി അധികം നൈസായത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ അപ്പത്തിൻ്റെ ഉൾഭാഗം വേവാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റവ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പം ചുട്ട് നോക്കുക. അപ്പം നിങ്ങൾക്കത് റെഡിയാവുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കാണിച്ച പോലെ തന്നെ ആ ഒരു കയ്യിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ, അതായത് നമ്മളിങ്ങനെ ആ ഒരു കൂട്ട് പൊക്കി പിടിക്കുമ്പം അതിങ്ങനെ ഇളകി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കൂട്ട് വരാൻ വേണ്ടിയിട്ട്. അതേ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നമ്മുടെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൂട്ട് വരേണ്ടത്. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട്. അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പാട് ചുട്ടാലും നല്ല അപ്പം തന്നെയായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ നമുക്ക് അരമണിക്കൂർ അത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചുടാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഈ ഒരു കൂട്ട് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു പരുവം മനസ്സിലാകുന്നുണ്ടാവും എങ്ങനെയാണ് ഉള്ളതെന്ന്. ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ കൂട്ടും സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കാര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിന് കാര എന്നാണ് പറയുന്നത്. നമ്മൾ സാധാ അടുപ്പത്തു നിന്നാണ് കേട്ടോ ചൂടുന്നത്. അതാകുമ്പോൾ നല്ല തീയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഗ്യാസുമെന്നാകുമ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് വരണം എന്നില്ല. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്കാണ് കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്, ഗ്ലാസ്സിലാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. നല്ലോണം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വേണം നമ്മൾ കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൽ വെളിച്ചെണ്ണയും വേണം. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പം ഇതുപോലെ തന്നെ ഇളകി വന്നോളൂ, നമ്മൾ സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വെന്ത് വരുമ്പോൾ, അതായത് ഒരു സൈഡ് നല്ല ബ്രൗൺ ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്തെങ്കിലും ഇതിന് പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാനാണ് ചുട്ടെടുക്കുന്നത്. കാരണം എനിക്ക് അപ്പം ചൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അപ്പം ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് 1/2 കിലോ പച്ചരിക്ക് എടുക്കുന്ന അളവാണ് നമ്മളെല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പം 1/2 കിലോ പച്ചരിയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇതിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടും. അപ്പം ഈ ഒരു അളവൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഇതൊക്കെ അമ്മേനോട് ചോദിച്ചിട്ട് എല്ലാ കണക്കുകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാത്തിൻ്റെ അളവ്. കാരണം പറഞ്ഞു തരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരണമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഞാൻ അമ്മേനോട് ചോദിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ ബുക്ക് നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെ അളവ് പെർഫെക്റ്റ് ആവണമല്ലോ. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള അപ്പൊക്കെ ഞാനാണ് ചുട്ടെടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും അപ്പം ഒന്ന് സെറ്റാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും സെറ്റാവും. കാരണം ഇതുവരെ അപ്പം ശരിയാവാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു രീതിയിൽ സെറ്റാക്കി നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരപ്പം ചുട്ടപാട് തന്നെ നമ്മളത് പൊട്ടിച്ച് നോക്കുക, അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് റവ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് വേവുന്നതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഇതിനുണ്ട്. അപ്പം നമ്മുടെ അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിന്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ.
മധുരമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.